ഹലോ ഗൈസ്, അപ്പോൾ വൈറൽ വിദ്യയുടെ ഓണാഘോഷ പരിപാടിയുടെ പാർട്ട് 2 ആണ്. നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വ്ളോഗ് ചെയ്ത് പരിചയമില്ല, പക്ഷേ ഞാനത് ചെയ്യുകയാണ്. കുഞ്ഞു മക്കളുടെ ഓണപ്പരിപാടിയാണേ തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇത് കുഞ്ഞു മക്കളെ കൊണ്ട് ആദ്യം നമ്മൾ ലെമൺ ആൻഡ് സ്പൂൺ ചെയ്യിപ്പിച്ചു. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ട് അവർ ചെയ്തോളുമായിരുന്നു. ഈ ക്ലാസ് കൊടുക്കണവരെ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ വയ്യാത്തത്. ഓരോരുത്തർ ചെന്ന് എങ്ങനെ വെക്കണം. എൻ്റെ സായിക്കാണെങ്കിൽ പനിക്ക് തെർമോമീറ്റർ വായി വെച്ച് പരിചയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ദാ മൂലയിൽ കണ്ടോ കോളം ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് സായി നിൽക്കണുണ്ടോ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിള്ളേർ ആദ്യമായിട്ടാണെങ്കിലും പിള്ളേർ മത്സരിക്കാൻ വേണ്ടി നന്നായിട്ട് വന്നു. പക്ഷേ ഗെയ്സ്, നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ സായിക്കുട്ടൻ തോറ്റുപോയി. പക്ഷേ നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. തോൽക്കാൻ ഇനിയും കളികൾ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സായി അടിപൊളിയായിട്ട് ചേറപ്പായിരിപ്പുണ്ട്. പിന്നെ കുഞ്ഞു മക്കൾ കേട്ടോ, അവർക്ക് ലെമൺ ആൻഡ് സ്പൂൺ എന്തെന്ന് പോലും അറിയില്ല. അല്ലാതെ ഒരു കൊച്ചിനെ കണ്ടോ, കീ കൊടുത്ത് വിട്ട പാപോലെ പറഞ്ഞിട്ടുണ്ടോ. അവനെ വന്ന് വിട്ട് അവൻ നേരെ വീട് വരെ പോവും. അമ്മാതിരി പോക്കാണ് അവൻ പൊക്കോണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾ സൂപ്പറായിരുന്നു കേട്ടോ, പറയാതെ വയ്യ. ഭയങ്കര ഫാസ്റ്റ്, നല്ല അടിപൊളിയായിട്ട് മക്കൾ ചെയ്തു. വേറൊരു പട്ടുപാവടക്കാരി പറഞ്ഞുണ്ടോ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, ഞാൻ പോവും, നിങ്ങൾ ആര് വന്നാൽ തടഞ്ഞാലും ഞാൻ പോകുമെന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ പോകുന്നത്. അത് കഴിഞ്ഞ് ലെമൺ ആൻഡ് സ്പൂണിൻ്റെ ഫൈനൽ മത്സരത്തിൽ മുത്തിന് സെക്കൻഡ്, മോന് ഫസ്റ്റും മുത്തിന് സെക്കൻഡും ആയിരുന്നു. അപ്പോൾ രഞ്ജിത്തേട്ടൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പ്രോത്സാഹന സമ്മാനം കൊടുത്തു വിട്ടു. കാരണം കുഞ്ഞുമക്കൾ പ്രൈസ് പിന്നെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വിഷമമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു പ്രോത്സാഹന സമ്മാനം എഴുതി പഠിക്കാൻ വേണ്ടി ഡയറിയും കാര്യങ്ങളുമായിട്ടൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ മത്സരം. എൻ്റെ അമ്മച്ചി, അതായിരുന്നു രസം. വെള്ളം എടുക്കുന്നുണ്ട്, വർണ്ണ വഴിക്ക് പോകുന്നതാണോ അതോ കുപ്പിക്ക് ചുറ്റും അവർ അത്തയിട്ട് കളിക്കുന്നതാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ കുഞ്ഞു മക്കളല്ലേ, കയ്യിൽ നിൽക്കില്ല. അവർക്ക് നമ്മൾ പ്ലേറ്റിൽ ആഹാരം കൊടുത്താലേ കയ്യിൽ നിൽക്കാത്ത മക്കളെ കൊണ്ടാണ്. പക്ഷേ ഇതൊക്കെ വേണം കേട്ടോ. കാരണം എങ്ങനെയാണ് വെള്ളമാണെങ്കിൽ അത് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണെങ്കിലും ക്യാരി ചെയ്ത് എവിടം വരെ നമ്മുടെ ആവശ്യത്തിന് എവിടം വരെ കൊണ്ടുപോകാമെന്നൊക്കെ പഠിക്കണമെങ്കിൽ അവർക്കിന്ന് ഈ വെള്ളത്തിൻ്റെ ക്ഷാമവും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അതൊക്കെ കൊണ്ട് തന്നെ അവർ അടിപൊളിയായിട്ട് ചെയ്ത കുട്ടികളുമുണ്ട്, ഒട്ടും ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ അവർ നല്ലപോലെ ട്രൈ ചെയ്തു എന്നുള്ളതാണ്. വെള്ളമൊക്കെ കൊണ്ടുവന്ന് കണ്ടോ, നിറച്ച് കുട്ടികളങ്ങ് തളർന്നു. ഒരു സ്റ്റെപ്പൊന്നുമല്ല, കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആൺകൊച്ചുങ്ങൾ കണ്ട് ഇവന്മാർ ഞാൻ സ്പീഡാക്കി വിട്ടിരിക്കുക. കാരണം ഇവന്മാർ ഭയങ്കര സ്ലോ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ സ്പീഡാക്കി വിട്ടതാണ്. വെള്ളം കൊണ്ടുവന്ന് ഓടി ഇവന്മാർ അവിടെ കൊണ്ടുവന്ന് ഒഴിക്കുമോ അതോ എവിടെയെങ്കിലും കളയണമെന്നും കൂടെ നോക്കിക്കോട്ടെ. ഇല്ല എവിടെയൊക്കെ ഒഴിക്കുന്നുണ്ട്. അതാണ് ഒഴിപ്പ്. എൻ്റെ പൊന്നു മക്കൾ തറയിലൊക്കെയാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. രണ്ട് തുള്ളി വീതമെങ്കിലും അവർ കൊണ്ടുവന്ന് ശേഖരിക്കുന്നത് അവരുടെ വെള്ളമാണ്. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. വെള്ളം എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. വെള്ളമാണ്. എടപ്പടെ ബക്കറ്റ് എടുത്തുകൊണ്ട് ഓടാ. ബക്കറ്റും കൂടെ കൊണ്ടുപോയി കുപ്പി മുക്കി വയ്യടാ, എങ്കിലല്ലേ ജയിക്കുള്ളൂ. നീയൊക്കെ ഈ വെള്ളം കൊണ്ടുപോയിട്ട് എവിടെ എത്താമണം? കുപ്പി എടുത്തുകൊണ്ട് വന്ന് ബക്കറ്റിലൊന്ന് മുക്കിയിട്ട് തിരിച്ചുകൊണ്ട് വൈ. അപ്പോൾ ഇതിക്ക് ജയിക്കും. കാരണം കുറച്ച് വലിയ ചെക്കന്മാരാണ്, ഒന്നുകൂടെ ഒന്ന് ഉഷാറായിക്കൂടെ അവർക്ക്. അടിപൊളി. ഭയങ്കര മത്സരമായിരുന്നു കേട്ടോ. മറ്റേ കാണുമ്പോൾ ചെറിയ ഏരിയ ഉള്ളൂ എന്നൊക്കെ തോന്നാലും ഇഷ്ടം പോലെ കുഞ്ഞുമക്കളുണ്ടായിരുന്നു. അയ്യോ, കുഞ്ഞുമക്കൾ മാത്രമോ, വലിയവരും കളിച്ച് നമുക്ക് മൈന്യൂട്ട് ഇതിലാണ് നമുക്ക് പ്രൈസ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ചേഞ്ച് വന്നത്. ധനയമ്മയൊക്കെ കണ്ടോ, ധനയമ്മയൊക്കെ കച്ച കെട്ടി, ധനയമ്മ എൻ്റെ അമ്മയാണ് കേട്ടോ, കച്ച കെട്ടി മുറുക്കി ഇന്ന് ഞാൻ കുപ്പി എടുത്തുകൊണ്ട് പോയി നിറച്ചിട്ട് തിരിച്ചുകൊണ്ട് വയ്ക്കുമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ടീമുണ്ടോ, ഇത് ഞാൻ സ്പീഡ് കൂട്ടിയതല്ല ഗൈസ്, നമ്മൾ ലേഡീസിൻ്റെ സ്പീഡ് തന്നെ നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. അവൾ കണ്ടോ, വാണം വിട്ടുപോലെയാണ് അവൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആൻറ്റിയെ കണ്ടോ, ആൻറ്റി കുറച്ചു മുമ്പേ മക്കളെ എനിക്ക് നടുവേദന അടി, എനിക്ക് ഓടാൻ വയ്യടി, കാല് വയ്യടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു മത്സരം എന്നും പറഞ്ഞ് വന്ന നമ്മളെ സ്ത്രീകളെ തോൽപ്പിക്കാൻ ഇനി ഒരാൾ ജനിച്ച് വരണം. ആൻറ്റി കണ്ടോ, ആ വെള്ളം കൊണ്ടുപോകുന്ന ഇത് കണ്ടോ. കാരണം കുഞ്ഞിലെ വെള്ളം കോരി നല്ല ശീലമുള്ളതുകൊണ്ട് വെള്ളം എവിടെ കൊണ്ടുവന്ന് ഒഴിക്കണമെന്ന് അവൾ ഒഴിച്ചു. ആൻറ്റീൻ്റെ കുപ്പി നോക്കിയോ, ആൻറ്റിക്കായിരുന്നു വെള്ളം മത്സരത്തിൽ ഫസ്റ്റ്. അതിനിടയ്ക്ക് കുഞ്ഞു മക്കൾക്ക് ചെറിയ പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയിൽ ഞാനും കൂടെ പാർട്ടായിരുന്നു. അവർക്ക് ഏതാന്ന് പോലും അറിയില്ല. പക്ഷേ ആൾക്കാരുടെ ഇടയിൽ വെച്ച് എല്ലാവരും ക്ലാപ്പ് അടിച്ചിട്ട് കൊടുത്തപ്പം അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയത് തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര. എനിക്ക് പിള്ളേരെ കാണുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കടിച്ച് തിന്നാൻ തോന്നുന്നു. എന്താണെന്ന് കേട്ടോ, കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. എല്ലാവരും ഭയങ്കര ചീറപ്പായിരുന്നു. അടുത്ത കിടക്കണതേ ഉള്ളൂ, വടംവലി മത്സരം. എൻ്റെ പൊന്നോ, നിങ്ങൾ ഈ കാണുന്ന ടീംസൊക്കെ എന്ന് പറഞ്ഞാൽ 1-1.5 ടീംസ്. അടുത്ത കാണാൻ പോണ എൻ്റെ ടീംസാണേ. ഇത് വടംവലിക്ക് അറിഞ്ഞൂടാ, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ വലിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. എന്നാലും ഞങ്ങൾ വലിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ടീം നിൽക്കുന്നുണ്ടോ. വിദ്യ എങ്ങോട്ട് വലിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു ടീം നിൽക്കുന്നത്. മിക്കവാറും ഞങ്ങൾ അങ്ങോട്ട് വീഴാനാണ് ചാൻസ് കൂടുതൽ. ഇവളാണ് നമ്മളുടെ കപ്പിത്താൻ. വലിച്ചു തട്ടി ശരണ്യൊക്കെ ആഞ്ഞ് വലിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. ബാക്കിൽ ആൻറ്റി ഉണ്ടോ, നമുക്ക് ചേർപ്പ് തരാൻ വേണ്ടി മറ്റേ വള്ളംകളി മത്സരത്തിൽ ആർപ്പോ ഇറോ പറയില്ലേ, അങ്ങനെ നിൽക്കുന്ന ടീംസാണ്. അപ്പുറത്തെ ടീംസും ഒരു പൊടിക്ക് വിട്ടുകൊടുക്കാത്ത ടീംസാണ് കേട്ടോ. പിന്നെ റോഡ് സൈഡിലായതുകൊണ്ട് ഇടയ്ക്ക് വണ്ടിയും ബഹളവും വരുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ വോയിസ് ഓവർ തരേണ്ടി വന്നത്. വലിച്ചു തുടങ്ങി ഗൈസ്, ആർപ്പോ വലിച്ചു ഞാൻ പോയി എൻ്റെ അമ്മച്ചിയെ വീണു. അതിനിടയ്ക്ക് ആരൊക്കെ വന്ന് പൊക്കിയെടുത്ത് വിളിക്കുക, ICUവിലിട്ട് വിളിക്കുക, ICUവിൽ കൊണ്ടിട്, വിളിക്ക് 108 എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണത്.
അത് കഴിഞ്ഞ് ഫൈനൽ മത്സരം ഉണ്ടായിരുന്നു. ഫൈനലിലും തോറ്റു കൊടുക്കില്ല ഗൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വലിച്ചങ്ങോട്ടിട്ടു. അങ്ങനെ സെക്കൻഡ് നടത്തിയാലും ഞങ്ങൾ തന്നെ ജയിച്ചുകൊണ്ട് പിന്നെ ഒരു ഫൈനലിലുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു ആർപ്പുവിളി സന്തോഷം നിങ്ങൾ കാണണമായിരുന്നു. ഒന്നും വേണ്ട, എന്തിനാണ് ഇതിലുണ്ട്, ചുമ്മാ ഒരു കയർ പിടിച്ചങ്ങോട്ട് വലിച്ചതിനാണ്. പക്ഷേ എന്തൊക്കെ നേടിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, എല്ലാവരുടെ സന്തോഷം. ചേട്ടന്മാർക്കും ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞപ്പം ആണുങ്ങളുടെ മത്സരം ഉണ്ടായിരുന്നു. ഗൈസ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര സ്ട്രോങ്ങാണ്. ഇല്ല ഗൈസ്, നമ്മുടെ അത്രയും സ്റ്റാമിന അവർക്കില്ല. അത് നമ്മൾ പറയാതെ വയ്യ. കാരണം അവരെ കൊണ്ടൊന്ന് വടംവലിക്ക് നിർത്താൻ തന്നെ നിൽക്കുന്നുണ്ടോ, സജേട്ടൻ്റെ ടീം നിൽക്കുന്നുണ്ടോ, സജേട്ടനെ നോക്കിക്കോണേ. നിങ്ങളിപ്പോൾ വലിച്ച് വിടണിക്കുക. ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ റോസ് ചേട്ടൻ ഇല്ലേ, റോസ് ചേട്ടൻ ആഞ്ഞു വലിയാണ്. നമ്മളെ കമാൻഡർ സുരേഷ് ചേട്ടൻ എന്തൊക്കെ രീതിക്ക് വലിക്കണം നിൽക്കും. അതിനിടയ്ക്ക് ശരണ്യ കൊടുക്കണ ചീറപ്പ് കാണണം. എൻ്റെ അമ്മച്ചി വലിക്ക് സുരേഷ് ചേട്ടൻ വലിച്ചാൽ ഇന്ന് വലിക്കണം, നാളെ നിങ്ങൾ വലിക്കാൻ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ശരണ്യ വലിച്ചുകൊണ്ടിരിക്കണേ. വിളിച്ചു കൂവി. രതീഷേട്ടൻ പിക്കവർ അപ്പുറത്ത് കിടക്കും. അയ്യോ സജേട്ടൻ ആരോ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് വയ്യ. വലിച്ചോ സുരേഷ് ചേട്ടാ, ആഞ്ഞു വലിച്ചോ, ഇന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട്. സുരേഷ് ചേട്ടൻ്റെ ടീമും ജയിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ടീം ജയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മത്സരവും കൂടെ നടക്കുകയാണ്, ഫൈനൽ. പക്ഷേ ഫൈനലിൽ നടന്നപ്പോൾ അവർ കൊണ്ടുപോയി ഗൈസ്. അങ്ങനെ പെൺകുട്ടികളുടെ ടീമിൽ ഞങ്ങൾ ജയിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴക്കൊല സമ്മാനമായിട്ട് കിട്ടി. ഞങ്ങളത് ടീം 1 ടീം 2 എന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എല്ലാ ലേഡീസും കൂടെ ചേർന്ന് അടിച്ച് പൊളിച്ചു ഞങ്ങൾ വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ വടം വലിച്ചു, പക്ഷേ ആ കൊല കൈ കിട്ടിയപ്പോൾ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ കൊല എടുത്ത് പൊക്കിയിട്ട് ഭയങ്കര ആർമാദമായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും നമുക്ക് പുറത്ത് നമ്മളിങ്ങനെ പെണ്ണുങ്ങളുടെ കരുത്ത് കാണിക്കുക എന്ന് പറയണതേ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളെ ചേട്ടൻ എനിക്ക് എന്നെ കൊല പൊക്കാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ വന്ന് കൊലയൊക്കെ പൊക്കിയിട്ട് ഭയങ്കര അർപ്പോ ഇറോ വിളിയായിരുന്നു. പറയാതെ വയ്യ. ആ ഒരു ദിവസം ഭയങ്കരമായിട്ട് ടയേർഡായെങ്കിലും ആഘോഷങ്ങളുടെ ഒരു തുടങ്ങിയിട്ടേ ഉള്ളൂ, തീർന്നിട്ടില്ല. ഞങ്ങളുടെ ഏരിയയിൽ 4 ദിവസമുണ്ട്. ഓരോ ദിവസം ഒരു മത്സരമായിട്ടാണ് വയ്ക്കുന്നത്. ഇപ്പം ഇന്ന് നമ്മൾ ഒരു മത്സരം കൊണ്ട് നമ്മളിപ്പം തൽക്കാലം നിർത്തിയിരിക്കുകയാണ്. തീർന്നിട്ടില്ല ഗൈസ്, ഞാൻ ഇനിയും വരുന്നുണ്ട്, നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. അപ്പോൾ വൈറൽ വിദ്യ സൈനിങ് ഓഫ്.